നമസ്കാരം. ഉത്തർപ്രദേശിൽ ഒരു പാർട്ടി കൂടി എൻഡിഎ പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ ലോക്ദൾ അഥവാ RLD ആണ് ആ പാർട്ടി. BJP സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിച്ചതിന് തൊട്ട് പിന്നാലെയാണ് RLDയുടെ എൻഡിഎ രംഗപ്രവേശം എന്നതും വളരെ ശ്രദ്ധേയമാണ്. നിലവിൽ 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 51 സീറ്റുകളിലേക്കും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് 1996 ജനതാദളിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം രൂപീകരിച്ച പാർട്ടിയാണ് ഈ രാഷ്ട്രീയ ലോക്ദൾ എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ വ്യക്തമായ ആധിപത്യം പുലർത്തുന്ന ഒരു പാർട്ടി കൂടിയാണ് RLD. അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ജാട്ട് വിഭാഗം തന്നെയാണ്. ജാട്ടുകൾക്ക് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ഭൂമികയിലുള്ള പ്രാധാന്യം ഒട്ടും ചെറുതല്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുമായും സഖ്യം ഉണ്ടാക്കാതെയാണ് RLD ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അജിത് സിംഗിന്റെ മകനും നിലവിലെ പാർട്ടി അധ്യക്ഷനുമായ ജയന്ത് സിംഗ് 2019 അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുമായി ഒരു സഖ്യം ഉണ്ടാക്കുന്നു. 2019 SP 5 സീറ്റുകളിൽ വിജയിച്ചു കയറിയപ്പോൾ RLD മത്സരിച്ച 3 സീറ്റുകളിലും പരാജയപ്പെട്ടിരുന്നു. അതായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ യോഗം. 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ആകെ 7 ലോക്സഭാ സീറ്റുകളിലേക്കുമുള്ള സീറ്റ് വിഭജന ചർച്ചകളടക്കം ഈ സമാജ്വാദി പാർട്ടിയും RLDയും തമ്മിൽ ഏകദേശം ധാരണ എത്തിയിരുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഒരു സുപ്രധാന നീക്കം ഉണ്ടാവുന്നത്. അദ്ദേഹം ചരൺ സിംഗിന് ഭാരത് രത്ന നൽകി ആദരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ജയന്ത് ചൗധരിയുടെ മനസ്സ് മാറുന്നു. അദ്ദേഹം NDAയിലേക്ക് വരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. അതിനുശേഷം ഇപ്പോൾ RLD എന്ന പാർട്ടി NDA പാളയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 62 സീറ്റുകളിലും വിജയിച്ച് കയറാൻ BJPക്ക് സാധിച്ചിരുന്നു. NDA സഖ്യം 64 സീറ്റുകൾ നേടിയിരുന്നു. UPയിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ട 16 സീറ്റുകളിൽ 7 ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള സീറ്റുകളായിരുന്നു. ഈ പടിഞ്ഞാറൻ മേഖലയിലാണ് RLDക്ക് ശക്തമായ സ്വാധീനമുള്ളത്, ജാട്ട് വിഭാഗങ്ങളുടെ വലിയ പിന്തുണയുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് നഷ്ടപ്പെട്ട 16 സീറ്റുകളിൽ 7 എണ്ണം വീണ്ടെടുക്കാൻ RLDയുടെ വരവ് NDAയെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതാവുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. നിലവിലൂടെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി മാത്രമേ ഒരു ഒപ്പോണന്റ് അല്ലെങ്കിൽ എതിരാളി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. BSP അവിടെ ചിത്രത്തിൽ പോലുമില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ജയന്ത് ചൗധരിയുടെ RLD NDA പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മുഴുവൻ സീറ്റുകളും BJPക്ക് RLDയുടെ വരവോടുകൂടി തിരിച്ചു പിടിക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.